ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അസോസിയേഷൻ അംഗങ്ങളെ ആദരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷന്റെ 4ാമത് സമ്മേളനത്തിനാണ് ഫോർട്ട് കൊച്ചി ആതിഥ്യമരുളുന്നത്. പതാക ഉയർത്തലോടെ ആരംഭിച്ച ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ കലാം നുച്ചിയിൽ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് റുയേഷ് കോഴിശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടത്തിയത്. ജയന്റെ കാലഘട്ടത്തിലുള്ള കെനോണിന്റെ പഴയ മെഷീനും വെച്ച് ഫോട്ടോസ്റ്റാറ്റ് അടിച്ച് മരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് കൊയ്സറയും ഹൊണീക്കോമിനോൾട്ടിയും കെനോണിന്റെ പുതിയ മെഷീനും മൊബൈൽ ഫോണിൽ ഇങ്ങനെ പ്രിന്റ് അടിച്ച് ഒരു മാസം 2 ലക്ഷം 3 ലക്ഷം ലാഭമായിട്ട്. ഉദ്ഘാടനം കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത് നിർവഹിച്ചു. നമ്മുടെ എക്കാലത്തെയും മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു പദ്ധതി. ലോകത്ത് അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്തത് മാറ്റം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാറ്റമില്ലാത്തതായി മാറ്റം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആ മനുഷ്യൻ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ അവന് സഹായകരമാവുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് പ്രത്യേകിച്ച് വ്യാപാര സമൂഹം. ബിജു അനന്തയുടെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. മജീദ് മൈ ബ്രദർ റിപ്പോർട്ട് അവതരണവും സംസ്ഥാന ട്രഷറർ സുദർശൻ ആലുങ്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ പ്രസിഡന്റ് റെജി രാജൻ, മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലാ സെക്രട്ടറി CM മനോജ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രക്ഷാധികാരി ഉല്ലാസ് കുഞ്ഞമ്പു നായർ, ആഷിലി റാം, ജോയിന്റ് സെക്രട്ടറി രാജൻ പിണറായി, അച്ചടക്ക സമിതി ചെയർമാൻ ബിനീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ദിനേശ് മൂലക്കണ്ടം, വൈസ് പ്രസിഡന്റ് ഹരിപ്രസാദ് മണ്ണാർക്കാട്, ഷീജ എടപ്പാൾ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് റെജി രാജൻ, ജോയിന്റ് സെക്രട്ടറി KTO ഷിഹാബ്, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സജീവ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ 4 വർഷം സംഘടന മുന്നോട്ട് പോയി. ഫസ്റ്റ് ഈ സംഘടന തുടങ്ങുമ്പോൾ ഇവിടെ പതാക ഉയർത്തുമ്പോൾ ഞാൻ സംസാരിച്ചത് ഓർമ്മ ഉണ്ടാവുമല്ലോ. സംഘടന IDPW എന്ന സംഘടന രൂപം നൽകുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് തിരൂരിൽ വെച്ച് ഈ സംഘടനക്ക് രൂപം നൽകി. അതിനുശേഷം 2021 രജിസ്റ്റേർഡ് സംഘടനയായി നമ്മൾ കോർപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഒന്നാകെ പ്രവർത്തിക്കാനുള്ള സംഘടനയായി രൂപം കൊണ്ടത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.